നമസ്കാരം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം യഥാർത്ഥത്തിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ പശ്ചിമേഷ്യയിലെ സമാധാനം തകർത്ത് പശ്ചിമേഷ്യയുടെ ഒരു ഭാഗം ഇസ്രായേലിന് പിടിച്ചെടുത്ത് അവരുടെ വിശാല ഇസ്രായേൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പച്ചയ്ക്കങ്ങ് പറയാം. അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അതിന് തടസ്സമായി അല്ലെങ്കിൽ അവർ ഏതൊക്കെ പ്രദേശമാണോ ഉദ്ദേശം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ പ്രദേശത്താണ് സർവനാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളെയാണ് അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഗസയായാലും ലബനനായാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ടൈംസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. ഇസ്രായേൽ എന്ന രാജ്യം എന്താണ് ചെയ്യുന്നത്, അവർ എന്താണ് പറയുന്നത് എന്നതൊക്കെ വളരെ വിശദമായി അവർ പറയുന്നുണ്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്നിട്ടുള്ള പുറത്തുവിട്ടിട്ടുള്ള തത്സമയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയിൽ അതീവ സങ്കീർണമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോ അവസാനം വരുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം ഗസയിലേക്ക് സഹായങ്ങളുമായി പുറപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു കപ്പൽ വ്യൂഹമുണ്ട്. ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല എന്നാണ് അതിന്റെ പേര്. ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല സൈപ്രസ് തീരത്ത് വെച്ച് ഇസ്രായേൽ നാവികസേന തടഞ്ഞു എന്ന വാർത്തയാണ് പുറത്തുവിടുന്നത്. അതായത് ഇസ്രായേലിന്റെ അജണ്ട എന്താണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഗസ പ്രദേശത്തെ മുച്ചൂടും നശിപ്പിക്കുക, അതായത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക. ഒന്നുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ ഇസ്രായേലിന് ഏതൊക്കെ പ്രദേശങ്ങളാണ് ആവശ്യമുള്ളത്, അവരുടെ വിശാല ഇസ്രായേലിന് ഏതൊക്കെ പ്രദേശങ്ങളാണ് അവർ അളന്ന് കുറിച്ച് വെച്ചിട്ടുള്ളത്, ആ പ്രദേശത്ത് മറ്റു മനുഷ്യരാരും വേണ്ട, ഇസ്രായേലിയരല്ലാതെ ആരും വേണ്ട. അവിടെയുള്ള സ്വദേശികളോ വിദേശികളോ ആരും ആയിക്കോട്ടെ, ഒന്നുകിൽ അവിടെ നിന്ന് ഓടിപ്പോണം, അതല്ലെങ്കിൽ അവരെ മുഴുവൻ കശാപ്പ് ചെയ്യും. അങ്ങനെ കശാപ്പ് ചെയ്തിട്ട് ആ ശൂന്യ ഭൂമിയാണ് ഇസ്രായേലിന് വേണ്ടത്. ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ അവിടെ അധിവസിക്കുന്നവർക്ക് എങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക, അവരെ ദുരിതം, രോഗം, അതുപോലെ പരിക്ക് പറ്റിയവർ ചികിത്സിക്കാതെ ഒക്കെ അവരെ കൊന്നൊടുക്കുക. എന്തൊക്കെ സംഭവിച്ചാലും അവർ മനുഷ്യരായി ഇസ്രായേൽ കണക്ക് കൂട്ടുന്നേ ഇല്ല. അത്തരത്തില് ഒരു വലിയൊരു ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആ ഗസയിലെ അധിവസിക്കുന്നവർക്ക് മനുഷ്യാവകാശ പ്രവർത്തകർ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണവും വസ്ത്രവും അവർക്ക് വേണ്ട ആവശ്യമായ മരുന്നുകളും അത് മാത്രമാണ് ഏക ആശ്രയം. അത്തരത്തിൽ അവർക്ക് വേണ്ടി പുറപ്പെട്ട കപ്പലുകളെയാണ് ഇസ്രായേൽ നാവികസേന തടഞ്ഞത്. കപ്പലുകൾ ഉടൻ തന്നെ പിരിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സേന കമാൻഡുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും തുടർന്ന് അതിക്രമിച്ച് കയറുകയും ചെയ്തു എന്നാണ് വാർത്ത. അതായത് കപ്പലിൽ അതിക്രമിച്ച് കയറി ഇതോടെ കപ്പലിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണങ്ങൾ, കപ്പല് പുറപ്പെട്ടത് മുതലുള്ള എല്ലാ വിവരങ്ങളും ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ, അതായത് റേഡിയോ സംവിധാനങ്ങൾ മുഴുവൻ ഇസ്രായേൽ സേന തകർത്തു. ഒരു കൂട്ടം പച്ച മനുഷ്യരെ ദുരിതത്തിലേക്ക്, കഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന, അവരുടെ ജീവന് തുല്യ വില പോലും കൊടുക്കാത്ത ഇസ്രായേലിന്റെ ഈ കിരാത നടപടിയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇതൊരു കടൽ കൊള്ളയാണെന്നും, കാര്യം കൊണ്ടുപോയ മരുന്നും വസ്ത്രങ്ങളും എല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. തുർക്കി ഇതിനെ അതിശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഇതൊരു കടൽ കൊള്ളയാണ്, ഒരു മാനുഷിക നിയമങ്ങളുടെ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കപ്പൽ യാത്രയുടെ സംഘാടകർ ഉദ്ദേശിച്ച രീതിയിലുള്ള അന്താരാഷ്ട്ര പബ്ലിസിറ്റി നേടുന്നതിൽ നിന്നും പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. തന്റെ സേനയെ അഭിനന്ദിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് അങ്ങനെയാ. അയാൾ പറയുന്നത് ഈ പറയുന്ന കപ്പൽ സമൂഹം ഒരു അന്താരാഷ്ട്ര പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. അങ്ങനെ ഇറങ്ങി വന്നവരെ ഞങ്ങൾ തകർത്തു, അങ്ങനെ തകർത്തുള്ള പട്ടാളക്കാരെ താൻ അഭിനന്ദിക്കുന്നു എന്നാണ്. ഇപ്പോ ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ഗാസയിലെ ഉപരോധം ലംഘിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് നടന്നിട്ടുള്ള മാവി മർമര എന്ന കപ്പൽ ആക്രമണത്തിന് സമാനമായ രീതിയിൽ വലിയൊരു അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കാൻ ഈ പുതിയ ഫ്ലോട്ടിലേക്കും സാധിക്കും എന്നതിനാലാണ് തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഈ വിഷയത്തിൽ കടുത്ത വാക്പോര് നടക്കുന്നത്. നിലവിലെ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ഗസയിലെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയാണ് എന്നാണ് നെതന്യാഹു സമ്മതിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഹമാസിനെ ഉപയോഗിച്ച് ഗസയുടെ പ്രദേശങ്ങൾ നെതന്യാഹു കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. ഗസയുടെ ഏകദേശം 60% ഭാഗം ഇപ്പോൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക നിയന്ത്രണത്തിൽ എന്നാണ് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ തെക്കൻ ലെബനനിലെ 3 പ്രദേശങ്ങൾ അവിടെ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഗസ കഴിഞ്ഞു, ഇപ്പൊ ലെബനനുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലെബനൻ എന്ന രാജ്യത്തിന്റെ തെക്കൻ ലെബനനുള്ള ഭാഗത്തു നിന്ന് മുഴുവൻ, അവിടെ താമസിക്കുന്നവർ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന്, അതായത് സ്വന്തം രാജ്യത്ത് നിന്ന് അവർ ആ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ കൽപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് IDF മുന്നറിയിപ്പ് നൽകുകയാണ്. ലെബനനിലെ ബാൽക്കബിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായിട്ട് ഇസ്രായേൽ ടൈംസ് വാർത്ത ചെയ്യുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്തു.
ഇത് ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒറ്റപ്പെടുത്തലാണ് ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് അറിഞ്ഞു വരുന്ന അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പഴയ ആൾക്കാർ പോരാ, പുതിയ പങ്കാളികളെ, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തണം. അങ്ങനെ പുതിയ പുതിയ രാജ്യങ്ങളെ, ഇസ്രായേലുമായി ഇതുവരെ ബന്ധമില്ലാത്ത രാജ്യങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് സോമാലിലാൻഡിന്റെ ആദ്യത്തെ അംബാസഡർ ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഗാഗി തന്റെ നയതന്ത്ര രേഖകൾ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് സമർപ്പിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമാണ് എന്നാണ് പുതിയ അംബാസഡർ വ്യക്തമാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, UAE-യുമായിട്ട് ഇസ്രായേൽ നടത്തുന്ന യുദ്ധകാല സഹകരണങ്ങൾക്കെതിരെ ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ ആലോചിക്കണം. കാര്യം ഇറാൻ അറിയാം ഇസ്രായേലിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ആഗോള ശക്തികളുടെ കൂട്ടായ്മകൾ തമ്മിലുള്ളതാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ അടിനിർത്തിയത് കൊണ്ട് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതണ്ട. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അതൊരു കീറാമുട്ടിയാണ്. ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമേരിക്ക ഉപയോഗിച്ചിട്ട് ഇപ്പോ ഒരു വെടിനിർത്തൽ ഇറാനുമായി സാധിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം യുദ്ധമുഖത്ത് വലിയ സംഘർഷങ്ങളുണ്ട് എന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പട്ടാളക്കാർ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, ആയുധങ്ങൾ തീരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ആഭ്യന്തരമായി അവർക്ക് വലിയ എതിർപ്പുമുണ്ട്. ഇസ്രായേലിനുള്ളിൽ കടുത്ത ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയും പുകയാണ്. ഇസ്രായേൽ പാർലമെന്റായിട്ടുള്ള ക്നെസറ്റ് പിരിച്ചുവിടാനുള്ള പ്രാഥമിക വോട്ടെടുപ്പ് ഈ വരുന്ന ബുധനാഴ്ചയാണ് നടക്കാനുള്ളത്. ഇതിന്റെ മുന്നോടിയായിട്ട് പാർലമെന്റിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമനിർമ്മാണങ്ങളും താൽക്കാലികമായി നീക്കം ചെയ്യുകയും സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചകൾക്ക് മുൻഗണന നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുക. തീവ്ര യാഥാസ്ഥിക വിഭാഗങ്ങൾക്ക് സൈനിക സേവനത്തിൽ നൽകിയിരുന്ന ഇളവുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തരമായി ഇസ്രായേലിന്റെ ഉള്ളിൽ അവർ അടി നടക്കുന്നുണ്ട്. നെതന്യാഹുവിന് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം അവിടെ ഉണ്ട്. നെതന്യാഹുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ദേശദ്രോഹപരമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ, 3 കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഒരു സ്ഥിതി, അതായത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ആ പ്രദേശം മുഴുവൻ കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം കൊണ്ട് ദേശസ്നേഹം വിളമ്പി രക്ഷപ്പെടാനുള്ള കുരുട്ടു ശ്രമമാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലെബനനിൽ കടന്നു കയറുക, മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ കടന്നു കയറിയിട്ട് അവിടെയുള്ളവർ പറയാണ്, അവിടെയുള്ള ജനങ്ങളോട്, ഇപ്പൊ ഇന്ത്യയിൽ കടന്നു കയറിയിട്ട് ഇന്ത്യയിൽ കേരളത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾ വേഗം തമിഴ്നാട്ടിലേക്ക് വെക്കോ, ഇവിടെ നിന്ന് വെക്കോ എന്ന് പറയുന്നത് പോലെയാണത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിന്റെ ഒരു ജില്ലയിലേക്ക് കടന്നു കയറിയിട്ട് ആ ജില്ലക്കാർ മുഴുവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത് പോലെ. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ തീവ്രത മനസ്സിലാകുന്നത്. ഈ വിധത്തിൽ സ്വന്തം രാജ്യം പോലും, ഒരു സ്റ്റേറ്റ് പോലും അല്ല, ഇത് ഞങ്ങൾക്ക് വേണം, ആ രാജ്യത്തിന്റെ ആ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ ഞങ്ങൾക്ക് വേണം, ഇനി മുതൽ അത് ഇസ്രായേലിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയാണ്. വല്ലാത്ത തെമ്മാടിത്തരമല്ലേ ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ രാജ്യം, തെമ്മാടി രാജ്യം എന്നത് ഇസ്രായേലും അതിന്റെ പ്രധാനമന്ത്രി ഏറ്റവും വലിയ തീവ്രവാദിയുമാകുന്നത്. Different angles. Don't forget to subscribe and support this channel.